ജപ്പാനിലെ മഹാനഗരമായ ഒസാക്കയിലെ ഒരു ഹാപ്പനിംഗ് പ്ലേസിലാണ് ഞാനിപ്പോൾ. എബിസു പാലം വന്നു ചേരുന്ന ഗംഭീരമായൊരു സ്ഥലം. ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. ടൂറിസ്റ്റുകളും നാട്ടുകാരും വന്നു നിറയുന്ന ഒരു പ്രദേശം. ആഘോഷത്തിന്റെ ഒരു കേന്ദ്രമാണിത്. എബിസു ബ്രിഡ്ജിലേക്ക് വന്നു ചേരുന്ന നിരവധി തെരുവുകളുണ്ട്. അതെല്ലാം ഷോപ്പിംഗിന്റെ തെരുവുകളാണ്. ന്യൂയോർക്കിൽ ടൈം സ്ക്വയർ പോലെയാണ് ഇവിടെ ഒസാക്കയിൽ ഈ എബിസു ബ്രിഡ്ജും അതിന്റെ സമീപ പ്രദേശങ്ങളുമൊക്കെ. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന നിരവധി കടകൾ. ഫുഡ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം. വഴിയോരങ്ങളിൽ മുഴുവൻ ജാപ്പനീസ് തനതു വിഭവങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. വാഹനം അനുവദിക്കാതെ ആളുകൾക്ക് നടന്നു മാത്രം പോകാവുന്ന തെരുവുകൾ. 1 മണിക്കൂർ നേരം ഇതിലൂടെ കറങ്ങി നടക്കാനും കാഴ്ചകൾ കാണാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ സഞ്ചാരത്തിന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ്. ഞാനും അങ്ങനെ ക്യാമറയുമായി നടക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാന വിൽപ്പന വസ്തു ടാക്കോയാക്കി എന്ന ഒരു വിഭവമാണ്. അത് വഴിയരികിൽ വെച്ചങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ടാക്കോയാക്കി ഉണ്ടാക്കുന്നത് ഒരു രസകരമായ കാഴ്ചയാണ്. ഒരു ഉണ്ട പോലെയാണ് അതിന്റെ രൂപം. അതിനകത്ത് നീരാളിയുടെ കഷ്ണങ്ങളാണ് വയ്ക്കുക. ടാക്കോ എന്നാൽ നീരാളി എന്നാണ് അർത്ഥം. യാക്കി എന്നാൽ ചുട്ടെടുക്കുന്നത് എന്നും. ആദ്യം ഉണ്ണിയപ്പച്ചട്ടി പോലുള്ള വലിയ പാനിലെ കുഴികളിൽ ഓരോ കഷ്ണം ഒക്ടോപ്പസ് ഇടും. പിന്നെ അതിലേക്ക് കലക്കിയ ഗോതമ്പ് മാവ്. എന്നിട്ട് അതിനെ ഒന്ന് കുലുക്കി പരത്തും. അടിയിൽ ഗ്യാസ് സ്റ്റൗ ആണ്. സ്റ്റൗ ഉൾപ്പെടെയാണ് കുലുക്കുന്നത്. പിന്നെ അതിനകത്ത് എന്തൊക്കെയോ ഇടുന്നു. അരിഞ്ഞ ഇലകളും ഉള്ളിയും മുളകുമെല്ലാമുണ്ട്. ഓരോ പാത്രങ്ങളിൽ നിന്നും പല പല ചേരുവകൾ എടുത്ത് വിതറുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒരൈഡിയയും കിട്ടില്ല. ഇടയ്ക്കിടെ പാത്രം സ്റ്റൗ ഉൾപ്പെടെ ഒന്നിളക്കും. അതിനുശേഷം ചെറുതായി വെന്തു കഴിയുമ്പോൾ അതിന്റെ വക്കൊക്കെ ഇളക്കിയെടുക്കും. ഒരറ്റത്ത് നിന്നാണ് അത് തുടങ്ങുക. ഇത് കണ്ടു നിൽക്കാൻ രസമാണ്. പിറകിൽ വലിയ ക്യൂവിൽ ആളുകൾ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഒരു മെഷീനുണ്ട് ഇവിടെ. അതിൽ പണമിട്ട് ടോക്കൺ വാങ്ങണം. ആ ടോക്കണുമായി വന്നെങ്കിലേ ടാക്കോയാക്കി കിട്ടുകയുള്ളൂ. പണം വാങ്ങാനും ബാക്കി കൊടുക്കാനുമൊന്നും ആരുമില്ല. എല്ലാം മെക്കനൈസ്ഡ് ആണ്. ജപ്പാനാണല്ലോ രാജ്യം. കൈത്തഴക്കവും സ്പീഡും അത്ഭുതകരമാണ്. ആ കുഴിക്കകത്ത് വീണ മാവ് ഉരുട്ടി തിരിച്ചിടുന്നു. അപ്പോഴാണ് അതൊരു ബോളിന്റെ രൂപമാവുക. 2 സൂചി കൊണ്ടാണ് ഈ പരിപാടി. ഓരോ ഉണ്ടകളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. മറിച്ചിടുന്നതോടുകൂടി മുകളിലുള്ളതെല്ലാം കുഴിക്കകത്താകും. കൈത്തഴക്കം വന്ന പാചകക്കാരൻ. ആളുകൾ ക്യൂ നിന്ന് പണമിട്ട് കൂപ്പൺ എടുക്കുന്നു. ആ കൂപ്പണം കൊണ്ടുവന്ന് നിന്നാൽ അതിനനുസരിച്ചുള്ള ടാക്കോയാക്കി കിട്ടും. ഇവർ ഇങ്ങനെ നിരന്തരം ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പാക്ക് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. 1-2 തവണ ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇടും. നീണ്ട ഒരു ക്യൂ ആണ് കടയുടെ മുന്നിൽ. മിക്കവാറും എല്ലാ കടകളുടെ മുന്നിലുമുണ്ട് ഇങ്ങനെയൊരു ക്യൂ. ടാക്കോയാക്കി മാത്രമല്ല, വേറെയും വിഭവങ്ങളുണ്ട്. വാഗ്യു ബീഫ് എന്ന ഒരു വിഭവം ഇവിടെ പ്രസിദ്ധമാണ്. അത് ഗ്രില്ല് ചെയ്തതുണ്ട്. പ്രോൺസ് ഉണ്ട്. പലതരം മാംസവിഭവങ്ങളുണ്ട്. അതെല്ലാം ഗ്രില്ല് ചെയ്തും തവ ഫ്രൈ എന്ന് പറയാവുന്ന രീതിയിലുമൊക്കെ ഉണ്ടാക്കുന്നു. ഇതിന്റെ ഗന്ധവും ഇതുണ്ടാക്കുന്ന രീതിയുമൊക്കെ നമ്മളെ കൊതിപ്പിക്കും. നമ്മുടെ വഴിയോര കച്ചവടക്കാർക്ക് ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. പല പല ഭക്ഷണശാലകൾ. ഫ്രീ ഈറ്റ് ഇൻ സ്പേസ് എന്നാണ് ഇവരുടെ ഒരു പരസ്യം തന്നെ. ക്യൂ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് അകത്തു പോയിരുന്ന് കഴിക്കാം. ടാക്കോയാക്കി ഉണ്ടാക്കുന്ന വേറെയും കടകളുണ്ട്. ചിലയിടങ്ങളിൽ ചേരുവയ്ക്കും ഫ്ലേവറിനും വ്യത്യാസമുണ്ടാകും. എന്നാൽ ഒക്ടോപ്പസ് കഷ്ണവും ഗോതമ്പ് മാവും തന്നെയാണ് എല്ലാറ്റിൻ്റെയും പ്രധാന ചേരുവ. മറിച്ചിട്ട് തിരിച്ചിട്ട് വേവിച്ച് അതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജപ്പാനിൽ മിക്കയിടങ്ങളിലെയും ജനപ്രിയ സ്നാക്സാണ് ടാക്കോയാക്കി. മിക്ക കടകളുടെ മുന്നിലും ക്യൂ കാണാം. ആളുകളെ നിയന്ത്രിക്കാനുള്ള റിബൺ വരെ കെട്ടിയിട്ടുണ്ട് അവിടെ. നല്ല കച്ചവടമാണ് ടാക്കോയാക്കിക്ക്. വാങ്ങിയവരിൽ പലരും വഴിയോരത്തിരുന്നാണ് കഴിക്കുക. വിളക്കുകാലിന്റെ ചുവട്ടിൽ ഇരിപ്പിടമുണ്ട്. അവിടെ പോയിരുന്ന് കഴിക്കും. വേർതിരിച്ച് വേസ്റ്റിടാനുള്ള ബിന്നുകളെല്ലാം ശാസ്ത്രീയമായി സ്ഥാപിച്ചിട്ടുണ്ട്. ടൂർ സംഘങ്ങൾ ഗൈഡിന്റെ പിന്നാലെ നടക്കുന്ന കാഴ്ചകളും തെരുവിൽ കാണാം.
പല റെസ്റ്റോറന്റുകളിലേക്കും ആളുകളെ വിളിച്ചു കയറ്റുന്നവരും പലയിടത്തുമുണ്ട്. വിഭവങ്ങളുടെ ചിത്രങ്ങളടങ്ങിയ ബ്രോഷറുകളുമായാണ് നിൽപ്പ്. തെരുവിൽ ജനപ്രവാഹമാണ്. സൂര്യൻ ചായാൻ തുടങ്ങുന്നു. നേരം 5 മണിയായി. ഞങ്ങൾക്ക് മടങ്ങേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ സംഘത്തിലെ ആരെയും ഞാൻ ഈ നടക്കുന്ന സ്ഥലത്തൊന്നും കണ്ടില്ല. അവർ ജനക്കൂട്ടത്തിൽ എവിടെയോ പോയി അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സ്കൂൾ കുട്ടികളുടെ യൂണിഫോം ഇട്ടവരും മുതിർന്നവരും പ്രായമായവരും ഉൾപ്പെടെ എല്ലാത്തരം ആളുകളുമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു തിയേറ്ററാണ്. ഒസാക്ക ഷോച്ചി കുസ തിയേറ്റർ എന്നാണ് അതിൻ്റെ പേര്. ജപ്പാന്റെ പരമ്പരാഗത നൃത്തനാടകമായ കബൂക്കി അവതരിപ്പിക്കുന്ന തിയേറ്ററാണ്. മാസത്തിൽ മിക്ക ദിവസവും അവിടെ കബൂക്കി പെർഫോമൻസ് ഉണ്ടാവും. സ്ട്രീറ്റിലൂടെ നടന്ന് ഇനി ഞാൻ നദീതീരത്തേക്ക് പോവുകയാണ്. ദോത്തോൻബോറി നദീതീരത്തേക്ക് നടന്നു. ഒരു റാമ്പ് ഇറങ്ങിച്ചെന്നാൽ നദിയുടെ തീരത്തെ പ്രൊമനേഡിലേക്കാണ് എത്തുക. നദിയുടെ 2 കരകളിലും ഓരോ നടപ്പാതയുണ്ട്. അതിൻ്റെ വശങ്ങളിൽ റെസ്റ്റോറന്റുകളാണ്. ഈ ഭാഗത്തെയും ഫുഡ് സ്ട്രീറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആളുകൾക്ക് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കാം. ഇവിടെ ഇരുന്നാലും കടയിലെ ജീവനക്കാർ അവിടെ വന്ന് ഓർഡർ എടുത്തുകൊള്ളും. ഈ വഴിയോരത്ത് പ്രോൺസും ഒക്ടോപ്പസും ഒക്കെ ഗ്രില്ല് ചെയ്ത് തത്സമയം കൊടുക്കുന്ന കടകളുണ്ട്. സർവ്വസജ്ജമായ റെസ്റ്റോറന്റുകളുണ്ട്. വെറും തട്ടുകടകൾ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഒരു കനാൽ തീരത്തെ രസകരമായി ഒരുക്കി വച്ചിരിക്കുന്നു. ഇവിടുത്തെ വിഭവങ്ങളുടെ വൈവിധ്യം പലയിടത്തും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചൈനീസ്, ജാപ്പനീസ്, കിഴക്കനേഷ്യൻ വിഭവങ്ങളൊക്കെ കിട്ടും. ടൂറിസത്തിൽ ഫുഡ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വരുന്ന ടൂറിസ്റ്റുകൾ വെറുതെ കാഴ്ച കണ്ടതുകൊണ്ട് നാടിന് ഗുണമില്ലല്ലോ. ഭക്ഷണം കഴിക്കണം, ഷോപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വരുമാനം വരികയുള്ളൂ. ആളുകൾക്ക് നടക്കാനുള്ള നദീതീരത്തെ പ്രൊമനേഡ് എത്ര സുന്ദരമാണെന്ന് കാണുക. മരപ്പലക കൊണ്ടുണ്ടാക്കി സൈഡിൽ വേലിയൊക്കെ കെട്ടി സുന്ദരമാക്കിയ സ്ഥലം. ഇത്തരം തെരുവുകളൊക്കെ നമ്മുടെ നാട്ടിലും വരണം. ഇതൊക്കെയാണ് നമ്മുടെ ആർക്കിടെക്റ്റുകളും ടൗൺ പ്ലാനർമാരും കണ്ടു പഠിക്കേണ്ടത്. കൊച്ചിയിലെ കനാലുകളൊക്കെ ഇങ്ങനെ വീതി കൂട്ടി വൃത്തിയാക്കി അതിലൂടെ ഇങ്ങനെ ബോട്ടുകൾ പോവുകയും ഓരങ്ങൾ ഫുഡ് സ്ട്രീറ്റുകളായി മാറുകയും ചെയ്യുമ്പോൾ അത് എത്ര സുന്ദരമായിരിക്കും. പക്ഷേ കൊതുകും നാറ്റവും കാരണം അതിൻ്റെ ഒന്നും പരിസരത്ത് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ മാറണം. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് കാശ് മുടക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം ബോട്ടിൽ കയറുമ്പോഴും വഴിയോരത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം ഈ നാട്ടിലേക്ക് പണം ഇറങ്ങുകയാണല്ലോ. എത്രയോ ആയിരം ആളുകൾ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നു. വലിയ സംഗീത പരിപാടികളൊക്കെ ആയിട്ടാണ് ബോട്ടുകൾ പോകുന്നത്. DJ സംഗീതം. കരയിൽ നിൽക്കുന്നവരും ബോട്ടിലുള്ളവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് കൈവീശുന്നു. ആഘോഷത്തിനാണല്ലോ ആളുകൾ വരുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരമായ ആ പ്രൊമനേഡിലൂടെ ഞാൻ കുറേ നേരം കൂടി നടന്നു. മീറ്റിംഗ് പോയിന്റിലേക്ക് എൻ്റെ സംഘത്തിലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈഡ് ടാക്സൺ പലതവണ നമ്പർ എടുത്തു. എല്ലാവരും എത്തിയോ എന്ന് ഇടയ്ക്കിടെ എണ്ണിക്കൊണ്ടിരിക്കും. ആളുകൾ 1-2 പേർ കൂടി വരാനുണ്ട്. അവരെ കാത്തു നിൽക്കുമ്പോൾ ഞാൻ നദിയിലെ കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരുന്നു. ദോത്തോൻബോറി നദി വളരെ സജീവമാണ്. പല പല ബോട്ടുകൾ നിറയെ ആളുകളുമായി കടന്നു പോകുന്നു. ചെറിയ ബോട്ടുകളുമുണ്ട്. ഒരു കുടുംബത്തിനോ ഏതാനും സുഹൃത്തുക്കൾക്കോ വാടകയ്ക്കെടുക്കാവുന്ന ബോട്ടുകൾ. ഗ്രൂപ്പ് ടൂറുകൾക്ക് വരുന്നവരാണ് ഈ വലിയ ബോട്ടിൽ പോകുന്നത്. അത് ബുക്ക് ചെയ്യാവുന്ന പല കേന്ദ്രങ്ങൾ നദീതീരങ്ങളിലുണ്ട്. നടക്കുന്നതിനിടെ പലയിടത്തും ഞാനത് കണ്ടിരുന്നു. ഇത് അത്തരമൊരു സെന്ററാണ്. ഒസാക്ക വണ്ടർ ക്രൂസ് എന്ന സ്ഥാപനത്തിന്റെ ബുക്കിംഗ് കേന്ദ്രം ഇവിടെയാണ്. ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറാം. ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ അവിടെ ജനപ്രവാഹമാണ്. പല ടൂർ ഗ്രൂപ്പുകളിൽ വന്നവർ അവിടെ അവരുടെ ബസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ബസ് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സംഘം വന്നു കഴിയുമ്പോൾ ഗൈഡ് ഫോണിൽ വിളിച്ചു പറയും. സൂര്യാസ്തമയ സമയത്ത് ദോത്തോൻബോറി നദിയുടെയും തീരങ്ങളുടെയും കാഴ്ച അതീവ രസകരം. തെരുവും അതുപോലെ തന്നെ ജനനിബിഡമാണ്. ഞങ്ങളൊരു 5 മിനിറ്റ് കാത്തു നിന്നപ്പോഴേക്കും ബസ് എത്തി.
കുറച്ചപ്പുറം നിൽക്കുന്ന ആ ബസ്സാണ് ഞങ്ങളുടേത്. ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി ഞങ്ങൾ ബസ്സിനടുത്തേക്ക് ചെന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സമയം 5:45. 6 മണിക്കാണ് ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒസാക്ക നഗരത്തിന്റെ പ്രധാന നഗരവീഥികളിലൂടെ ബസ് നീങ്ങി. ഇവിടെ പ്രധാന തെരുവുകളെല്ലാം വൺ വേ ആണ്. എതിർദിശയിലേക്ക് തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിലൂടെ പോകണം. ചില ഭാഗങ്ങളിൽ റോഡിന്റെ ഒരു സൈഡിൽ മുഴുവൻ ജലാശയങ്ങളുണ്ട്, കനാലുകളും തടാകങ്ങളും. അതെല്ലാമുള്ള അതിമനോഹരമായ സ്ട്രീറ്റുകളാണ്. വളരെ ശാസ്ത്രീയമായി നേർരേഖ പോലെ പണിത പാതകൾ. വളരെ ആസൂത്രിതമായ ഒരു സിറ്റി തന്നെയാണ് ഒസാക്ക. അങ്ങേയറ്റം വരെ ആ സ്ട്രീറ്റ് കാണാം. സ്ട്രീറ്റുകളും അവന്യൂകളുമായി ന്യൂയോർക്ക് നഗരം തിരിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് കൺജഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തലയ്ക്ക് മുകളിൽ കൂടിയുള്ള ഹൈവേകളും ഓവർ ബ്രിഡ്ജുകളുമൊക്കെയായി വളരെ സൗകര്യപ്രദമാണ് ഗതാഗതം. ജപ്പാന്റെ ഇക്കണോമിക് ഹബ്ബാണ് ഒസാക്ക. 1,70,00,000 ജനം വസിക്കുന്ന നഗരം. കടലിൽ നിന്ന് കയറിക്കിടക്കുന്ന നിരവധി നദികൾ നഗരത്തിലെവിടെയും കാണാം. ശരിക്കും പറഞ്ഞാൽ വെട്ടിയുരുക്കിയ കനാലുകളാണ് പലതും. ആ കനാലിനകത്തുകൂടിയും ഉയർത്തിയ തൂണുകളിൽ ഹൈവേകൾ പോകുന്നുണ്ട്. അതും നമുക്കനുകരിക്കാവുന്ന ഒരു മാതൃകയാണെന്ന് എനിക്ക് തോന്നി. ഇതിവിടുത്തെ APA ഹോട്ടലാണ്. വലിയൊരു ഹോട്ടൽ. അവരുടെ ഒരു ഗംഭീര റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയാണ് ഞങ്ങളുടെ സംഘത്തിന്റെ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6 മണിയായി. ഇന്ന് ഏർലി ഡിന്നറാണ്. കൃത്യം 1 മണിക്ക് തന്നെ ലഞ്ച് കഴിച്ചതുകൊണ്ട് 6 മണിക്ക് ഡിന്നറിന് എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി ചെന്നു. ഇവിടെയല്ല താമസിക്കുന്നത്. അതിന് വേറൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. APA അതിഗംഭീരമായൊരു ഹോട്ടലാണ്. ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് റെസ്റ്റോറന്റ്. എസ്കലേറ്റർ വഴി ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് നീങ്ങി. ഒസാക്കയിൽ ഞങ്ങൾ താമസിക്കുന്ന 2 ദിവസം ഡിന്നർ ഇവിടെ നിന്നാണ്. ഇന്നും നാളെയും ഒസാക്കയിലാണ് താമസം. നിരവധി വിഭവങ്ങൾ, ജാപ്പനീസ് വിഭവങ്ങളും കോണ്ടിനെന്റൽ വിഭവങ്ങളും നിരത്തിവെച്ചിരിക്കുന്നു. ഏതാണ്ട് 100-150 വിഭവങ്ങളുള്ള ഗംഭീര ഡിന്നറാണ്. നമ്മുടെ സംഘാംഗങ്ങൾ അവർക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്തു പോകുന്നു. ജാപ്പനീസ് സ്വഭാവത്തിലുള്ളത്, ചൈനീസ് സ്വഭാവത്തിലുള്ളത്, അങ്ങനെ പല പല വിഭവങ്ങളുണ്ട്. സൂപ്പ് പലതരം. മലയാളികൾക്ക് ഈ ഭക്ഷണം ഒരു പ്രശ്നമാവില്ല. കാരണം ചോറും നൂഡിൽസുമൊക്കെ ഇതിലുണ്ട്. അല്ലാതെ വെറും ബ്രെഡൊന്നുമല്ല. ബീഫ്, ചിക്കൻ, മീൻ എന്നിങ്ങനെ നോൺ വെജ് വിഭവങ്ങൾ ഏറെ. പ്രത്യേകതയാർന്ന സലാഡ്സ്, പിന്നെ വൈവിധ്യമാർന്ന ഡെസേർട്സ്. ഇത്തരം യാത്രകളിൽ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കണം. അതുപോലെ ഏറ്റവും നല്ല താമസവുമായിരിക്കണം. നമ്മുടെ ടൂറുകളിൽ അത് ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. വെജിറ്റേറിയൻ ചിട്ടയുള്ളവർക്ക് ഇത്തരം യാത്രകളിൽ അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. വെജിറ്റേറിയനും നമ്മൾ പരമാവധി ലഭ്യമാക്കാറുണ്ട്. ഞാനും എനിക്ക് ആവശ്യമുള്ള കുറച്ച് വിഭവങ്ങളെടുത്തു. എല്ലാത്തിൻ്റെയും സാമ്പിളുകൾ എന്ന് പറയാം. ഭക്ഷണം കഴിച്ച് താഴെ ഇറങ്ങുമ്പോഴേക്കും നേരമിരുട്ടി. തണുപ്പ് കൂടി വരികയാണ്. രാത്രിയാകുമ്പോഴേക്കും ഇവിടെ നല്ല തണുപ്പാകും. അടുത്തുള്ള റെസ്റ്റോറന്റുകളിലൊന്നും ഇപ്പോൾ അധികം ആളുകളില്ല. കുറച്ചുകൂടി രാത്രിയാവണം അവിടെ തിരക്ക് തുടങ്ങാൻ. ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിൽ കയറി. ഇനി പോകുന്നത് നഗരത്തിന്റെ കാഴ്ച കാണാവുന്ന ഒരു ടവറിന്റെ മുകളിലേക്കാണ്. ഉമേദ സ്കൈ ബിൽഡിംഗ് എന്നാണ് അതിന്റെ പേര്. ഒസാക്കയുടെ ബിസിനസ് ഡിസ്ട്രിക്റ്റായ ഉമേദയിലാണത്. രാത്രിയിൽ ഒസാക്കയ്ക്ക് വേറൊരു നിറമാണ്, വേറൊരു ഭാവവും. രസകരമായൊരു കളർ ട്രാൻസിഷനാണ് അത്. ജപ്പാനിലെ പ്രമുഖമായ കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് ഒസാക്ക. ഇന്ത്യക്ക് മുംബൈ പോലെയാണ് ജപ്പാന് ഒസാക്ക. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി.
ഇതാണ് ഉമേദ സ്കൈ ബിൽഡിംഗ്. 42 നിലയുള്ള ഇരട്ട ഗോപുരമാണ്. 2 ടവറുകളുടെയും മധ്യത്തിൽ ഏറ്റവും മുകളിൽ ഒരു വ്യൂവിംഗ് പ്ലാറ്റ്ഫോം ആണുള്ളത്. ഞാൻ അതിൻ്റെ മുകളിലെ കാഴ്ചകളിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങി. ഒരേ രൂപമുള്ള 2 ടവറുകളാണ്. ഇരട്ട ഗോപുരങ്ങളിലെ ഈസ്റ്റ് ടവറിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. ഈസ്റ്റ് ടവറിലെ ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകാം. ഏറ്റവും മുകൾ വരെ ലിഫ്റ്റ് പോകില്ല. വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിന്റെ 2 നില താഴെ വരെ എത്തിയ ശേഷം എസ്കലേറ്റർ വഴി വേണം ഏറ്റവും മുകളിലേക്ക് പോകാൻ. അങ്ങനെ ലിഫ്റ്റ് ചെല്ലുന്ന ഏറ്റവും മുകളിലെ നിലയിലെത്തി. അവിടെ നിന്ന് ഒരു കോറിഡോറിലൂടെ നടന്നു. വലിയൊരു ഷോപ്പിംഗ് ഏരിയയൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് വീണ്ടും എസ്കലേറ്റർ കയറി വേണം മുകളിലേക്ക് പോകാൻ. ഗൈഡ് ടാക്സൺ പോയി ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കി. ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. ആ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ. എല്ലാവരുടെയും ടിക്കറ്റ് വിതരണം ചെയ്തു. അതുമായി എസ്കലേറ്റർ വഴി ഞങ്ങൾ മുകളിലേക്ക് നീങ്ങി. 1988 ഉമേദ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എഴുത്തുകാരനും പ്രമുഖ ജാപ്പനീസ് ആർക്കിടെക്റ്റുമായ ഹിരോഷി ഹാരയാണ് കെട്ടിടം ഡിസൈൻ ചെയ്തത്. ആദ്യം 4 ടവറുകളുള്ള സമുച്ചയമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും 1980കളിൽ ജപ്പാനിലുണ്ടായ വ്യാപാരമാന്ദ്യം പദ്ധതിയെ ബാധിച്ചു. ഇത് കെട്ടിടത്തിന്റെ അകത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇതല്ലാതെ ഓപ്പൺ ടെറസിലേക്ക് പോകാം. ഞങ്ങൾ തീരുമാനിച്ചത് ഓപ്പൺ ടെറസിലേക്ക് പോകാനാണ്. അവിടേക്ക് എസ്കലേറ്റർ ഉണ്ട്. അങ്ങനെ കയറി ഓപ്പൺ ടെറസിലേക്ക് എത്തുകയാണ്. ഓപ്പൺ ടെറസിൽ രസകരമായ ഒരു ആംബിയൻസ് ആണ്. നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും ഒസാക്ക എന്ന മഹാനഗരം പരന്നു കിടക്കുകയാണ്. നമ്മുടെ മുംബൈ പോലെ ഒരു നഗരം. ജപ്പാൻ എന്ന ലോകശക്തിയുടെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന്. ആ നഗരത്തിന്റെ ആകാശത്തു കൂടിയാണ് നടക്കുന്നത്. 100 കണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നഗരം ഒരു ഗംഭീര കാഴ്ച തന്നെയാണ്. ഒസാക്ക ഉൾക്കടലിൽ നിന്നും വെള്ളം കയറിക്കിടക്കുന്ന പല കനാലുകളും വലിയ ജലാശയങ്ങളും. അതിന്റെ തീരങ്ങളിൽ നീണ്ടു പരന്നു കിടക്കുന്ന നഗരം. രാത്രിയിൽ എല്ലാ കെട്ടിടങ്ങളും ലൈറ്റപ്പ് ചെയ്യും. ഞങ്ങൾ കയറി വന്ന എസ്കലേറ്ററാണ് ഈ താഴെ കാണുന്നത്. ശരിക്കു പറഞ്ഞാൽ 2 ടവറുകളെ കണക്ട് ചെയ്യുന്ന പാലം പോലെയാണ് എസ്കലേറ്റർ. അതൊക്കെ ഒരു ഗംഭീര ആർക്കിടെക്ചറൽ ആശയങ്ങളാണ്. തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളുടെ മഹാനഗരം. ഉയർന്ന ജീവിത നിലവാരമുള്ള നഗരമാണിത്. 2013 ഒരു കണക്കെടുപ്പ് നടന്നപ്പോൾ ലോകത്ത് ജീവിത ചെലവിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയായിരുന്നു ഒസാക്ക. കെട്ടിടങ്ങൾക്കകത്തുകൂടി വരെ വാഹനങ്ങൾ പോകുന്നുണ്ട്. കെട്ടിടങ്ങളെ ഒഴിവാക്കി ഹൈവേ എങ്ങനെ പണിതിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാഴ്ച. കെട്ടിടങ്ങളെ ചുറ്റിയും വളഞ്ഞുമൊക്കെ ഓവർ ബ്രിഡ്ജുകൾ, മെട്രോ ട്രെയിൻ പാളങ്ങൾ. വളരെ രസകരമായ ഒരു ഗതാഗത സംവിധാനമാണ് ഒസാക്കയിലേത്. നമുക്കേറെ പരിചിതമായ പനാസോണിക്, ഷാർപ്പ്, സാനിയോ തുടങ്ങിയ ഇലക്ട്രോണിക് കമ്പനികളുടെ എല്ലാം ആസ്ഥാനം ഈ ഒസാക്കയിലാണ്. ഏഷ്യയിൽ സിംഗപ്പൂർ, ഹോങ്കോങ്, ടോക്കിയോ, ഷാങ്ഹായ് എന്നിവ കഴിഞ്ഞാലുള്ള പ്രമുഖ കൊമേഴ്ഷ്യൽ സെന്ററാണ് ഈ നഗരം. വൻകിട വിദേശ കമ്പനികളെ ഒസാക്കയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇവർ നടപ്പാക്കി വരികയാണിപ്പോൾ. എല്ലാ കെട്ടിടത്തിലും ലൈറ്റിട്ട് കളർഫുള്ളാക്കിയിരിക്കുന്ന ആ കാഴ്ച ഞങ്ങൾ ആകാശത്തു നിന്നെന്നോണം കുറേ നേരം കണ്ടുനിന്നു. സമ്പന്നതയുടെ നെറുകയിലാണെങ്കിലും ജീവിത ചെലവിന്റെ കാര്യത്തിൽ മുന്നിലാണെങ്കിലും ഒസാക്കയ്ക്ക് രസകരമായ ചില വിശേഷണങ്ങളുണ്ട്. ജപ്പാന്റെ ദേശീയ അടുക്കള എന്നതാണ് അതിലൊന്ന്. ഒസാക്കയിലെ സ്ട്രീറ്റ് ഫുഡിന്റെ വൈവിധ്യമാണ് അതിന് കാരണം. കുറേ നേരം നഗരക്കാഴ്ചകൾ കണ്ടു നിന്ന ശേഷം ഞങ്ങൾ മടങ്ങി. ഇവിടെ 40 മിനിറ്റാണ് അനുവദിച്ചിരുന്നത്. താഴെ നിൽക്കുമ്പോഴാണ് കെട്ടിടത്തിന്റെ ഗാംഭീര്യം പൂർണ്ണമായി മനസ്സിലാകുന്നത്. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. സമയം 8 മണിയായിട്ടുണ്ട്. ദീർഘമായ യാത്രയായിരുന്നു ഇന്ന്. രാവിലെ ഹമാമത്സു പട്ടണത്തിൽ നിന്നും ആരംഭിച്ച യാത്രയാണല്ലോ. ജപ്പാന്റെ തെക്കോട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിലെത്തി. ആർട്ട് ഹോട്ടൽ ഒസാക്ക ബേ ടവർ, 52 നിലയുള്ള ഹോട്ടൽ. എല്ലാവരും അവിടെ ഇറങ്ങി.
2 രാത്രി ഇവിടെയാണ് താമസം. അതുകൊണ്ട് വണ്ടിക്കകത്ത് നിന്ന് ലഗേജൊക്കെ എടുത്ത് ഹോട്ടലിലേക്ക് പോവുകയാണ്. ചെക്ക് ഇൻ നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർത്തു. ഗ്രൂപ്പ് ചെക്ക് ഇൻ ആയതുകൊണ്ട് വലിയ താമസമുണ്ടായില്ല. 35-ാമത്തെ നിലയിലാണ് എൻ്റെ മുറി. റൂം നമ്പർ 3524. നല്ല മുറിയാണ്, വിശാലമായ മുറി. ഇനി ഉറങ്ങിയാൽ മതി. ഹോട്ടൽ മുറികൾ ഗംഭീരമാകുമ്പോൾ തന്നെ എല്ലാവരും കംഫർട്ടബിൾ ആകും. 4 സ്റ്റാർ ഹോട്ടലാണ്. 458 മുറികളുണ്ട് ആർട്ട് ഹോട്ടലിൽ. ഉറങ്ങും മുൻപ് കുറച്ചു നേരം നഗരത്തെ കണ്ടുനിന്നു. പിന്നെ ഒരു ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷമുള്ള വിശ്രമം.